ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗം ശ്ലോകം 13. യജ്ഞശിഷ്ടാശിനഃ സന്തോ മുച്യന്തേ സർവകിൽബിഷൈഃ ഭുഞ്ജതേ തേ ത്വഘം പാപാ യേ പചന്ത്യാത്മകാരണാത്. യജ്ഞശിഷ്ടം ഭുജിക്കുന്ന ഉദാത്ത മനസ്കരാകട്ടെ, അവർ അവരുടെ മാലിന്യത്തിൽ നിന്നും തിന്മയിൽ നിന്നും മുക്തരാകുന്നു. പക്ഷേ തങ്ങൾക്കു വേണ്ടി മാത്രം പാകം ചെയ്യുന്നവരാകട്ടെ അഘം ഭുഞ്ജതേ, പാപം തന്നെ അവർ അനുഭവിക്കുന്നു എന്നർത്ഥം. യജ്ഞശിഷ്ടം എന്നാൽ ഒരു ഗൃഹസ്ഥൻ നിത്യവും അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള പഞ്ചമഹായജ്ഞങ്ങളാണ്. ദേവയജ്ഞം, ഭൂതയജ്ഞം, പിതൃയജ്ഞം, നരയജ്ഞം, ഋഷിയജ്ഞം എന്നിങ്ങനെ. നമ്മൾ ഇടപെടുന്ന സർവ്വമേഖലകളിലും ചൂല്, ജലപാത്രം, ഉരൽ, അമ്മി, അടുപ്പ്, മറ്റു ദ്രവ്യങ്ങൾ ഇവ ഉപയോഗിക്കപ്പെടുമ്പോൾ ദിവസേന അറിയാതെ ചെയ്തു പോകാവുന്ന ഹിംസയിൽ പാപങ്ങൾ ഉത്ഭവിക്കാൻ സാധ്യതയുണ്ട്. അതിന് പരിഹാരമായാണ് പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിച്ചു പോരുന്നത്. പക്ഷേ ഇതൊന്നും ചെയ്യാതെ തങ്ങൾക്ക് വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കുന്നവൻ, അത് ഭുജിക്കുന്നവൻ പാപത്തെയാണ് ഭുജിക്കുന്നത് എന്ന് ഗീത പറയുന്നു. യാതൊരു ചിന്തയുമില്ലാതെ സ്വന്തം സുഖഭോഗങ്ങൾക്കായി ലാഭക്കൊതിയോടെ അന്യായ മാർഗങ്ങളിലൂടെ സമ്പത്ത് ആർജിച്ച് അതിനെ പൂഴ്ത്തിവെക്കുന്ന മനോഭാവത്തിന് കൃഷ്ണൻ എതിരാണ് എന്ന് ഈ ശ്ലോകം ഉദ്ഘോഷിക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന പാപം അവർ തന്നെ ഭുജിക്കുന്നു എന്ന് പറയുന്നു. യജ്ഞശിഷ്ടാശിനഃ സന്തോ മുച്യന്തേ സർവകിൽബിഷൈഃ ഭുഞ്ജതേ തേ ത്വഘം പാപാ യേ പചന്ത്യാത്മകാരണാത്.